ഹേ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു ഔട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. വെറുതെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡും കുട്ടികളെല്ലാം നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഒരു ഈവനിങ് ടൈമാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അന്ന് നല്ല മഴയുണ്ടായിരുന്നു. അവിടെയല്ല, കൂത്തുപറമ്പ് കായലോട് എന്ന് പറഞ്ഞ സ്ഥലത്താക്കാണ് പോയത്. പോകുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിൽ ഇറങ്ങിയിരുന്നു. അവിടെ എത്തുന്നതിന് മുമ്പ് നല്ല അടിപൊളി സ്നാക്സൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള സ്നാക്സൊക്കെ വാങ്ങി ചായയെല്ലാം കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് വിട്ട് അവിടെ നമ്മൾ വിചാരിച്ച ലൊക്കേഷനിലെത്തി. അത്ഭുത ലോകത്തേക്ക് സ്വാഗതം എന്നാണ് എഴുതിയിട്ട് കാണുന്നത്. അത് ഒരു വീട് നേരെ തലതിരിഞ്ഞിട്ടുള്ളൊരു വീടാണ്. അങ്ങനെ നമ്മളവിടെ എത്തി, കാറുകളെല്ലാം പാർക്ക് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് നടന്ന് പോക്കാന്ന്. വിചാരിച്ച പോലെയല്ല, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോയി. നേരെ ഒരു വീട് എങ്ങനെ ഉണ്ടാവുക, തറ മേലെയും അതിൻ്റെ ബാർപ്പടിയിലും എങ്ങനെ ഉണ്ടാവുക, അടിയിലെ അവസ്ഥ എങ്ങനെ ഉണ്ടാവുക, അതുപോലെയാണ് ഈ വീടുള്ള. ആ വീടിൻ്റെ പിക്കിനെ അവിടെ കൊടുക്കുക. ഇതേപോലെയാണ് അവിടെ ഉള്ള. ശരിക്കൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ തന്നെ. എന്ന് വെച്ചാൽ കുട്ടികൾക്കെല്ലാം എൻ്റർടൈൻമെൻറ്റ്. കുട്ടികൾക്കൊരു അത്ഭുതമായിട്ടുള്ളൊരു വീട്. കുട്ടികൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കൊരു അത്ഭുതം തോന്നി. കാറൊക്കെ നേരെ തലതിരിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 100 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നമ്മളങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ എല്ലാം നമുക്ക് അതാത് സ്ഥലത്തു നിന്ന് ഓരോന്ന് പറഞ്ഞുതരാൻ ഓരോ ആളുണ്ട് അവിടെ. നമുക്കപ്പം പറഞ്ഞു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അവിടെയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. കുട്ടികളെല്ലാം ഫുള്ള് അതൊക്കെ മനസ്സിലാക്കി. കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടമായിന്. പിന്നെ ഇതെല്ലാം പോലെ ഉള്ളത് ഇപ്പം കണ്ട ഈ ഒരു കുട്ടീൻ്റെ പിക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് കരഞ്ഞിട്ടുള്ള പിക്ക്, അത് റൊട്ടേറ്റ് ചെയ്ത് അപ്പുറത്തെ ഭാഗത്തേക്ക് പോയിട്ട് നോക്കുമ്പോൾ ആ കുട്ടി ചിരിച്ചിട്ടുള്ള പിക്ക്. ഇങ്ങനത്തെ ഓരോ എൻ്റർടൈൻമെൻറ്റാണ് അവിടെ ഉള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഒരു മിററിൻ്റെ സൈഡിൽ നിന്നിട്ട് നമ്മളൊരു പിക്ക് എടുത്താൽ നമ്മൾ എയറിൽ നിന്ന പോലെ ഉണ്ടാവും ആ പിക്കിൽ കാണുമ്പോൾ. പിന്നെ ബെഡ്, അൽമാരൊക്കെ നേരെ തലതിരിച്ചിട്ടുള്ള മേലായിട്ട് ഇതുപോലെ തന്നെയുള്ള നേരെ വീട് ഇതായിട്ട്. കൂടുതൽ നമുക്ക് സ്പേസ് എന്നാന്ന് ഫോട്ടോസ് എടുക്കാനാണ് അവിടെ ഉള്ളത്. കൂടുതലായിട്ടും ഫോട്ടോസ്, വീഡിയോസ് അങ്ങനെയെല്ലാം എടുക്കാം ഇഷ്ടം പോലെ. നമ്മൾ കുറേ എടുത്തിന്. ഇതെല്ലാം പോലെ പാലത്തിൻ്റെ മേലിലേക്ക് കൂടി നടക്കുന്ന പോലെ ഉണ്ടാവും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ ഉണ്ട്. ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാലത്തിൻ്റെ മുകളിലേക്ക് കൂടി നടക്കുന്ന പോലെ ഉണ്ടാവാം. അങ്ങനെ കുട്ടികളെ കൊണ്ടെല്ലാം വെച്ച് കുറേ വീഡിയോസ് എല്ലാം അവിടെ നിന്ന് എടുത്ത്. പിന്നെ കുറേ ഫിഷ് ഐറ്റംസ് ഉണ്ട്, അക്വേറിയം പോലത്തെ ഐറ്റംസ്. അതെല്ലാം കുട്ടികളെല്ലാം നോക്കി കുട്ടികൾക്ക് അതെല്ലാം കാണിച്ചു കൊടുത്ത് നമ്മളങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്തണേ. ഇവിടുന്ന് എടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം ഞാൻ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോക്ക്. 1 മണിക്കൂർ ഓളം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ നിന്ന് കുട്ടികളെല്ലാം കുറച്ച് കളിച്ച്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ നമുക്ക് രാത്രി ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിനേക്കാണ് പോയത് രാത്രി. അങ്ങനെ കല്യാണത്തിന് പോയിട്ട് അവിടുന്ന് കോഫി കുടിച്ച് പിന്നെ എല്ലാവരുമായിട്ട് സംസാരിക്കെല്ലാം ചെയ്ത് ഫുഡിൻ്റെ ഏരിയയിലേക്കാണ് പിന്നെ പോയത്. ഫുഡ് കഴിക്കാൻ പോയി. നല്ല മഴയും ഉണ്ടായിരുന്നു. നല്ല മഴയത്ത് നല്ല ബിരിയാണി കഴിച്ച്. അപ്പം അതിന് ശേഷം കുട്ടികൾക്കും സ്റ്റേജും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളുടെ സ്റ്റേജിൽ കയറി ഇങ്ങനെ പാട്ടിന് ഡാൻസൊക്കെ ചെയ്യുന്ന കുറേ സമയം നമ്മൾ നോക്കിയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അവിടെ ഇരുന്ന് നോക്കി നിന്ന്. പിന്നെ ഞാൻ വൈകുന്നേരം എടുത്ത കുറച്ച് പിക്സൊക്കെ ഇതിൻ്റെ ലാസ്റ്റിലോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അവിടുന്ന് എടുത്തത്. അങ്ങനെ നമുക്ക് കല്യാണമെല്ലാം കഴിഞ്ഞ് ഒരു 10, 10:30, 11 മണിയാകുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.